ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠവും ആകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും അനുഗ്രഹം അത് അനുഭവിക്കാൻ പറ്റും. അപ്പം നമ്മളോട് യേശുവിനെ പറഞ്ഞേക്കണം, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. പിന്നെ യേശുവിനെ പറഞ്ഞേക്കണം, ആരും വഴക്കുറയണ്ട, ആരോടും കുശുമ്പ് തോന്നണ്ട, അസൂയ തോന്നണ്ട, മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നീ അനുഗ്രഹം അനുഭവിക്കുമെന്ന. ഇപ്പം അനുഗ്രഹം എല്ലാവർക്കും വേണ്ടേ? ഇപ്പം എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. വെറുതെ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് മറ്റുള്ളവർക്ക് കാശുണ്ടായി, മറ്റുള്ളവർ അങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണു, അതിലൊക്കെ ഇറിറ്റേറ്റഡ് ആയിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. അവർ നന്നായിക്കോട്ടെ, അത് നമുക്ക് എങ്ങനെയും അനുഗ്രഹമാകും. ഇപ്പം പാട്ടുകാരി ചിത്ര പാട്ട് പാടുമ്പോൾ നമുക്കത് ആസ്വദിച്ച് കേൾക്കാൻ പാടില്ലേ? അപ്പോൾ നമുക്ക് ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കേൾക്കാൻ പറ്റും. എന്ത് രസമായിട്ട് ഓരോരുത്തരുടെ പാട്ടും ഡാൻസൊക്കെ കളിക്കണം, അതൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റണല്ലേ. അപ്പോൾ അവർക്ക് കഴിവ് കൊടുത്തേക്കണം, നമുക്ക് കണ്ട് ആസ്വദിക്കാനാണ്. അപ്പോൾ ഇത് ജോയിസ് മേയർ വലിയ പ്രശസ്ത സുവിശേഷക്കാരിയുടെ ചരിത്രം ആത്മകഥയെന്ന് വായിച്ചതാണ്. അവർക്ക് പാട്ട് പാടാൻ ഇങ്ങനെ വലിയ അപ്പം ഇങ്ങനെ പറയണം, ലോകത്തിൽ ഏറ്റവും അധികം സുവിശേഷം കേൾക്കണത് യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഇത് കേൾക്കണത് ജോയിസ് മേയറിൽ കൂടിയാണ്. ലോകത്തിൽ ഒത്തിരി ആൾക്കാർ കേൾക്കണം ഏറ്റവും അധികം എന്നാണ് പറയണേ. അപ്പോൾ അവരുടെ ആത്മകഥ അത് വായിച്ചു, ജീവചരിത്രം. അപ്പം അതിൽ അവരുടെ പാസ്റ്ററിൻ്റെ ഭാര്യ ഒത്തിരി നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ യേശുവമ്പരാനോട് വഴക്കൂടുക, അവർക്ക് എന്ത് നല്ല ശബ്ദം കൊടുത്തു, എൻ്റെ ശബ്ദം ഒന്നിനും കൊള്ളില്ല ഇങ്ങനെ. അപ്പോൾ യേശുവമ്പരാൻ പറഞ്ഞു, അവർക്ക് പാട്ട് പാടാൻ ശബ്ദം കൊടുത്താണ്, നിനക്ക് കേൾക്കാനാന്ന്. അയ്യോ, ഇതെനിക്ക് എപ്പോഴും എന്നെ ആശ്വാസം കിട്ടി. എൻ്റെ ഈ പറ ശബ്ദം കേട്ടിട്ട് നിങ്ങൾ സഹിച്ചിരിക്കരുത്. പക്ഷേ ഈ ശബ്ദം ഇപ്പം എനിക്ക് കുഴപ്പമില്ല. എന്നെ ഈ ശബ്ദത്തിന് ഒത്തിരി പേര് തിരിച്ചറിയും. ഈ യൂട്യൂബൊക്കെ എന്തെങ്കിലും കാണുന്നവർ, ഞാൻ റോഡിൽ കൂടെ ഒരു പ്രാവശ്യം ഫോൺ വിളിച്ച ആൾക്കാർ പുറകെ എത്തുന്നേ, ആ വീഡിയോ കാണുന്നില്ല, എന്നെ കണ്ട് തിരിച്ചറിഞ്ഞില്ല, എന്നെക്കാളും കൂടുതൽ ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയും. അപ്പോൾ ദൈവം നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചേക്കണേ. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചേക്കണേ. നമ്മൾ ലോകപ്രകാരം പോകണമെന്നുള്ളേ. ഇപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാട്ടോ. സദൃശവാക്യത്തിലുള്ള കേട്ടോ, 10:12. പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെ മൂടുന്നു. അപ്പോൾ ഈ പക വിദ്വേഷം ഒന്നും വേണ്ട നമുക്ക് അവരോട്. പിന്നെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള മനസ്സിൽ ദൈവത്തിന് വസിക്കാൻ പറ്റില്ല. ദൈവത്തിന് വസിച്ചാലല്ലേ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പറ്റുള്ളൂ. യേശുപ്പാ സ്തോത്രം. അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ നൈറ്റിയുടെ ആട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ നൈറ്റി എന്നാ, നൈറ്റി വീഡിയോയ്ക്ക് ഭയങ്കര തിരക്കാണ് യേശുവിൻ്റെ കൃപയാൽ. അവർക്ക് ഇപ്പം ഇത് അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, ഇതേ കഫ്താൻ മോഡൽ, പെട്ടെന്ന് കഫ്താൻ വായി വരണ്ടേ. ലാർജ് സൈസ് കഫ്താൻ എനിക്കൊക്കെ പാകാവും കേട്ടോ. ഇങ്ങനെ വലിച്ചു മുറുക്കുകയും ചെയ്യാം. പഠനമുണ്ട്. 755 എൻ സ്റ്റൈലിൻ്റെ ആട്ടോ. ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇപ്പം നേരത്തെ നാച്ചുറൽ കുറേ കമ്പനിയുടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കട തുടങ്ങിയപ്പോൾ ഇപ്പോൾ എൻ സ്റ്റൈലിൻ്റെ. എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ്, നല്ലതാണ്. അതിൻ്റെ കളർ ചേഞ്ചുകൾ എല്ലാം ലാർജാട്ടോ. അതിൻ്റെ തന്നെ ബ്ലൂ. കഫ്താൻ നല്ല രസമാട്ടോ, ഇടാൻ സുഖ, നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലതാണ്. നമ്മൾ കഫ്താൻ്റെ ടോപ്പൊക്കെ ആൾക്കാർ ഇട്ടുകൊണ്ടിരിക്കുന്ന കാണാൻ പാടില്ലേ. 710. ഇത് ലാർജ് തന്നെയാട്ടോ. ഇതിപ്പോൾ മീഡിയംകാർക്കും ഇടാം. ഇത് മുറിക്കാൻ മതിയല്ലോ, ടൈറ്റാക്കിയാൽ മതിയല്ലോ. ഇതതിൻ്റെ ഷെയ്ഡ്. ഇതിനൊരു ഗുണമുണ്ട്, എല്ലാത്തിനും പടമൊക്കെ ഉള്ള കാരണം ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാൻ പറ്റും അല്ലേ. ഇത് കഴിഞ്ഞോണം ഇട്ടിട്ട് ഭയങ്കര എൻക്വയറി ആയിരുന്നു, കിട്ടിയില്ലായിരുന്നു. ഇത് എത്രയാണ്? 380 ലാർജ് സൈസ്. നല്ല അല്ലാത്ര പ്രിന്റിൽ നല്ല പ്യുവർ കോട്ടൺ ആട്ടോ. സെയിം റേറ്റ് തന്നെയാട്ടോ. കണ്ടല്ലോ ഫോട്ടോ എടുത്ത് കറ.
പ്രിന്റിൻ്റെ വ്യത്യാസം. പാറ്റേണും 380 രൂപയുള്ളൂ. നല്ലതാ. ജന്മത്തെ കീറുകൊണ്ടെന്നൊരു കുഴപ്പമുണ്ട്. ഞാൻ പിന്നെ എൻ്റെ മെറ്റീരിയൽ എന്നാന്ന് പറയുമ്പോൾ അധികം കോട്ടൺ അല്ല, ഞാൻ കുറേ ബനിയൻ ടൈപ്പ് അധികം എൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോഴും ബനിയൻ ടൈപ്പൊക്കെ ഇട്ടാൽ ഒട്ടിക്കിടക്കുമെങ്കിലേ വണ്ണം കുറവ് നിൽക്കുമല്ലോ കണ്ണാടി നോക്കുമ്പോൾ. അന്ന് അങ്ങനെയുള്ളൊന്ന് ആശ്വസിക്കാമല്ലോ എന്ന് ഓർത്താണേ. ഉണ്ടല്ലോ അല്ല, ബ്ലാക്കിൽ റെഡ് എല്ലാം അതിൻ്റെ ലാർജ് തന്നെയല്ലേ. പെട്ടെന്ന് എടുത്തോ, പെട്ടെന്ന്. ഇതല്ലാണ്ട് കഴിഞ്ഞ തവണ കാണിച്ച കൂട്ട് നൈറ്റികളുണ്ട് കേട്ടോ. എല്ലാം കൂടെ വീഡിയോ ഇടുമ്പോൾ കൺഫ്യൂഷൻ വരുമല്ലേ, അത് കാരണമാണ്. നൈറ്റിയുടെ ഒക്കെ ഒത്തിരി കളക്ഷനുണ്ട്. ഇത് ഇങ്ങനെ നൈറ്റി കട്ടാട്ടോ, പ്രിൻ്റുള്ള ലാർജാട്ടോ. ലാർജിനാണ് ഏറ്റവും ഡിമാൻഡ്. 380 തന്നെയാട്ടോ. നല്ല ഫുൾ പ്രിൻ്റ്. $380. $380. അടിപൊളി സംഭവം. 380. $380. റെഡ്. $380. സൂപ്പർ സംഭവങ്ങളാട്ടോ. ഫ്രോക്ക് ഇവിടെ നല്ലൊരു കുഞ്ഞ് ഫ്രില്ലൊക്കെ. ഇവർക്കൊക്കെ ഇത് കാണുമ്പോൾ ന്യൂജൻ പിള്ളേർക്കൊക്കെ വലിയ സന്തോഷം കേട്ടോ. ഇടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. 599. മീഡിയ ആട്ടോ. ഈ കാണിക്കണ എല്ലാം മീഡിയ ആട്ടോ. നല്ല ഡ്രസ്സല്ലേ. കുഞ്ഞൊക്കെ ഇങ്ങനത്തെ ഉണ്ട്. $599. ഇത് നമ്മൾ കഴിഞ്ഞോണം ഇങ്ങനത്തെ ഒരു പാറ്റേൺ കൊണ്ടുവന്നായിരുന്നു. ഫ്രില്ലൊക്കെ ഉള്ള നല്ല ബനിയൻ ടൈപ്പ് മെറ്റീരിയലാട്ടോ. 660. ഒറ്റ പീസിന് സെക്കൻഡിനുള്ള ഈ സാധനങ്ങൾ, ഈ കുഞ്ഞു ഫ്രോക്കുകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പോയി. ഫോട്ടോ ഒക്കെ കണ്ടോ. 660. ഇത് 540. അടിയിലിങ്ങനെ ഫ്രില്ലുണ്ട്. നല്ലതല്ലേ. നല്ല മെറ്റീരിയൽ, നല്ല ഫ്ലോറൽ പ്രിന്റ്, നല്ല രസം. പുറത്തിടാന്ന് തോന്നുന്നു അല്ലേ. ഇത് ശരിക്കും നൈറ്റി അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ ശരിക്കും പുറത്തിട്ടുകൊണ്ട് കിടക്കാം അല്ലേ. 540 രൂപയുള്ളൂ. നല്ല രസമില്ലേ. അത് ഇതിൻ്റെ കളർ ചേഞ്ച് ആട്ടോ. അടിയിൽ ആ ഫ്രില്ലൊക്കെ ഉണ്ട് കേട്ടോ. 540. ഓണം എവിടെ വരെ എത്തി. അടിപൊളിയല്ലേ. അടിച്ചു പൊളിക്കാന്നേ. ഞാൻ പിന്നെ കടയിലിരുന്ന് കേട്ടോ അടിച്ചു പൊളിക്കണേ. ബിസിനസ്സുകാർക്കൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഓഫ് സീസണൊക്കെ വരുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലേ ഇങ്ങനെ കട നോക്കണ്ട നമ്മൾ. കടയിലൊക്കെ നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കാണണമല്ലോ. ഇത് 620. പോക്കറ്റ് ഉണ്ടോ? ഇതൊക്കെ എല്ലാത്തിനും പോക്കറ്റും കേട്ടോ. ഉള്ളിയല്ലല്ലോ ഫോൺ. ഫോണാ. വീട്ടിൽ നടക്കാൻ പോയി ആരാ ഉള്ളിയെ പിടിക്കണല്ല. എനിക്ക് വയ്യ. കൈയൊക്കെ കുഞ്ഞിപ്പം കൈയൊക്കെ ആയിട്ട് നല്ല ഫ്രോക്ക് കേട്ടോ. പുറത്തിടാ ഇതൊക്കെ.
ഇതിനെത്ര? 640. 660. ഇത് സൈസ് എല്ലാം മീഡിയം ആട്ടോ. ഇതെല്ലാം നല്ല നല്ല മെറ്റീരിയൽ, നല്ല സുഖമാട്ടോ. പെട്ടെന്ന് എടുത്തു. ഇത് ആദ്യം കാണിച്ചതിൻ്റെ ഡോട്ടിൻ്റെ വേറെ കളർ. 660 ആട്ടോ. മീഡിയം തന്നെയല്ലേ? ഇതെല്ലാം നല്ല നല്ല ഫ്രോക്കുകളാട്ടോ. 565. ഇനി ലാർജ് കാണിക്കാവേ. ഇത് ഇങ്ങനത്തെ കോളറൊക്കെ ആയിട്ട് 625. പെട്ടെന്ന് എടുത്തോ. ഇങ്ങനെ പോയി സെലക്ട് ചെയ്യാനൊന്നും സമയം വേണ്ട. ഇപ്പോൾ ഓൺലൈനുള്ള കാരണം എന്ത് സുഖാലെ. വീട്ടിൽ ഇരുന്ന് സെലക്ട് ചെയ്തു, വീട്ടിൽ സാധനം വന്നു, വണ്ടിയൊക്കെ കയറി ബ്ലോക്ക് ചെയ്ത് തിരക്കിനിടയ്ക്ക് എൻ്റെ അമ്മയെ എന്ത് ബ്ലോക്കാണ്. കഴിഞ്ഞ ദിവസം എറണാകുളം പോയിട്ട് എൻ്റെ പൊന്നെ പറയണ്ട, വണ്ടിയിലിരുന്ന് വട്ട് പിടിക്കാൻ. 620. എൻ്റെ ആങ്ങള പണ്ട് ഇവിടെ ജീവിച്ചവനാ. എന്നിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ വർഷങ്ങളായിട്ട് ആങ്ങളമാർ രണ്ടുപേരും, 2 ആങ്ങളമാർ എനിക്ക്, രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ്. എറണാകുളം പോരില്ല. പർച്ചേസിങ്ങിനൊക്കെ അവർ വരുമ്പോൾ എല്ലാവർക്കും കൊതിയാലോ. എല്ലാവർക്കും ഇഷ്ടമല്ല, ബ്ലോക്കിൽ കിടക്കാൻ പറ്റൂല പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുക, അവരൊക്കെ ഇവിടുന്ന് പോയവരാ. അന്നൊന്നും ഇത്രയും ബ്ലോക്കൊന്നുമില്ലല്ലോ. ഇപ്പോഴെല്ലാം ഇങ്ങനെ ഇത്രയും ബ്ലോക്കും. ഇത് കണ്ടോ, പാറ്റയും കണ്ടോ, ബട്ടൺസും ഇതും ജമ്മുവും കണ്ടോ, ബാക്കൊക്കെ കണ്ടോ, എല്ലാം തന്നെ ഇങ്ങനെയാട്ടോ ബാക്ക്. ഇതിൻ്റെ ബാക്കൊക്കെ ഇങ്ങനെ ഏലയും തന്നെയാട്ടോ. ഇതിന് എല്ലാത്തിനും പോക്കറ്റ് ഉണ്ട് അല്ലേ? എല്ലാത്തിനും നല്ല രസമല്ലേ? ഇച്ചിരിയുടെ ഇറക്കമുണ്ടായിരുന്നു എനിക്ക് എടുക്കാറ്. പക്ഷെ അവർ പരിഹസിക്കും. അതിനാ എനിക്ക് ഇച്ചിരി ഈ താഴെ ഒരു നൈറ്റിക്ക് അത് എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണം. നല്ല ഇറക്കമുള്ളതാകുമ്പോൾ ഇച്ചിരി ഇറക്കം കുറഞ്ഞാണെങ്കിൽ നല്ല സുഖമല്ലേ? ഈ ഇറക്കമൊക്കെ മതി എനിക്കൊക്കെ. ഇന്നാണ് ഞങ്ങൾ, എൻ്റെ വീട് പണ്ടപ്പള്ളി ആട്ടോ, സ്വന്തം വീട്. പണ്ടപ്പള്ളി എവിടെയാണെന്നൊക്കെ വീഡിയോ കാണുന്നവരറിയില്ല അല്ലേ? ഒരു വലിയ കഥയാട്ടോ. ആ കഥ ഇതിൻ്റെ അറ്റത്ത് അവസാനം പറയാട്ടോ. പണ്ടപ്പള്ളി കഥ. ഞാൻ പണ്ടപ്പള്ളി എന്ന് പറഞ്ഞപ്പോൾ ഒരു അബദ്ധം പറ്റിയ കഥ പറയാട്ടോ. ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഇത് എക്സ്പ്ലെയിൻ ചെയ്യണത് തെറ്റിപ്പോയി. എന്ത് രസമാണ് ഇത്. ഇത്ര ഇറക്കമൊക്കെ ഉണ്ട്. അതൊക്കെ മതി. വീട്ടിൽ കൂടെ നമ്മൾ ഇടുമ്പോൾ ഇത്ര ഇറക്കമൊക്കെ പോരെ. ചില കാലുകളുടെ ഈ താഴെ ഈ മുട്ടിന് താഴത്തോട്ടൊന്നും കണ്ടെന്ന് നമുക്ക് തന്നെ കുഴപ്പം. ഇപ്പം പിള്ളേർക്കൊന്നും അത് ബോധയുടെ അല്ല. കാലോ കയ്യോ അതാ നല്ലത്. എൻ്റെ അങ്ങോട്ട് നോക്കിയോ ഇങ്ങോട്ട് നോക്കിയോ മാനസിക രോഗികൾ വല്ലയിടത്തേക്കടെ നോക്കട്ടെ. ബോധമുള്ളവർ പെണ്ണുങ്ങളുടെ വായി പിടിച്ച് കിടക്കൂല്ലോ. 620. ഇതിൻ്റെ നമ്മളെ വീഡിയോ കാണിച്ച 575. നല്ല സംഭവങ്ങളാണ്. കണ്ടല്ലോ അല്ലേ ഫോട്ടോയൊക്കെ. എൻ്റെ ബാക്ക് ഇങ്ങനെയാട്ടോ. ഇങ്ങനെ ബാക്ക് ഇതുണ്ട്. പെട്ടെന്ന് എടുത്തോട്ടോ. 630. ബാക്കി ബോട്ടിൽ ഗ്രീനാണ്. ഓണത്തിന് ബോട്ടിൽ ഗ്രീൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ നല്ല നല്ല പാറ്റേൺ ഉണ്ടല്ലോ. ബാക്കിങ് പെട്ടെന്ന് എടുത്തോ. 575 ബാക്കിങ്ങനെ കേട്ടോ. പ്ലേ ഈ പാറ്റേൺ നമ്മൾ കുറേ എടുത്തിട്ടുണ്ട്. നല്ല പാറ്റേണാണ്. അപ്പം അതിൻ്റെ എല്ലാ കളേഴ്സും എടുത്തിട്ടുണ്ട്. 630. ലാർജ് തന്നെയല്ലേ ഇപ്പം കാണിക്കണേ? ബാക്കി ഇങ്ങനെ
ഇനി എക്സൽ കാണിക്കാവേ. 620. ഈ പാറ്റേൺ എക്സൽ എന്ന് പറഞ്ഞാൽ വലിയ വലുപ്പമൊന്നുമില്ല അല്ലേ അല്ലേ. നൈറ്റിക്കൊക്കെ ലാർജൊക്കെ എനിക്കൊക്കെ മതി എന്ന് തോന്നുന്നു. എക്സൽ ആയാലും കുഴപ്പമില്ല. ഇതിനൊക്കെ എക്സൽ എന്ന് പറഞ്ഞാലൊക്കെ ചെറുതാണ്. എന്നുവെച്ചാൽ തീരെ ചെറുതാണെന്നല്ല, കുർത്തയുടെ ആ സൈസൊക്കെ ആകുന്നു. പോക്കറ്റ് ഉണ്ട്. ഇതേ കൈയുടെ ഇവിടെയൊക്കെ ഒരു ലേസ് ആട്ടോ. അതേ എന്താ സ്ഥിതി വേണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇവിടെ ഇങ്ങനെ കുഞ്ഞു ഞെറുവും ഉണ്ട്. ഇത് എത്രയായിരുന്നു? 620. ഈ പാറ്റേൺ നമ്മൾ കുറേ കാണിച്ചു. ഇതിൻ്റെ എല്ലാ സൈസും ഞാൻ എടുത്തത് ഈ പാറ്റേൺ ഇഷ്ടപ്പെട്ടാണ്. 640. അതിങ്ങനെ ലാർജും എക്സലൊക്കെ തിരിച്ചു വെച്ച കാരണം ഫോട്ടോ എടുത്തില്ലേ. നല്ല ഫോട്ടോയാണ്, അല്ലെങ്കിൽ കൊണ്ടില്ല. ഇതന്നെ ഇച്ചിരി അവാർഡ് സിനിമ. ഞാൻ ചുമ്മാ സ്ലോ ആക്കി അവർ അവാർഡ് സിനിമ എന്ന് പറയും. ഞാൻ ഫസ്റ്റ് കുറ്റം പറയാൻ മേടിക്കും. ഞാനും ഇങ്ങനെ സ്പീഡ് ഇച്ചിരി കുറവാണ്. സ്പീഡ് വേണം. 640. എൻ്റെ ബോട്ടിൽ ഗ്രീൻ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അല്ലേ. ഇത് എക്സലാട്ടോ ഇപ്പോൾ കാണിക്കണേക്കെ. ഇത് എക്സലാണോ? കണ്ടോ ബാക്ക് ഇങ്ങനെ കേട്ടോ. നല്ല പ്രിൻ്റ്, നല്ല സംഭവം. യേശുവിൻ്റെ കൃപ നല്ല പാറ്റേൺസാണ് കിട്ടിയ ഇഷ്ടം പോലെ. 640. 635. ബാക്ക് ഇങ്ങനെ. നല്ല പാറ്റേണൊക്കെ അല്ലേ. 620. ബാക്ക് ഇങ്ങനെ കേട്ടോ. ഇവിടെ മാത്രമേ യോക്കിലി വർക്ക്. ഇത് 390 രൂപയുള്ളൂ. റേയോണ. പിന്നെ പടയില്ല കേട്ടോ, വില കുറഞ്ഞിട്ടായിരിക്കും പടയില്ല. 390. ബാക്ക് ഇത് ഇങ്ങനെ പള്ളിയൊക്കെ ഉണ്ട്. റയോൺ മെറ്റീരിയൽ. കൈയൊക്കെ ഉണ്ട്. ആ നല്ല ഇങ്ങനെ ഫ്രോക്കായിട്ട് ഇടാൻ പാടില്ലേ. ഇത് ഡബിൾ എക്സലാട്ടോ. 650. ഈ ടൈപ്പ് എനിക്ക് എടുക്കണതിന് കുഴപ്പമില്ല. എന്നാൽ അതെടുത്തോളാം. സമാധാനം ഉണ്ടാകട്ടെ. ടൂറും ഉണ്ടെങ്കിൽ ഇതെടുക്കാം. ടൂറും. അപ്പോൾ പെട്ടെന്ന് അയ്യോ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യം മറന്നു. ഓണത്തിന് സ്വർണ്ണം എടുക്കാൻ വന്നിട്ടോ. പിന്നെ സ്കീമിലൊക്കെ കൂടാൻ മറക്കരുതേ. സ്കീമിൽ കൂടിയാൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എപ്പോഴും എല്ലാവരും കൂടും. ഒരു പ്രാവശ്യം കൂടിയ ഗുണമൊക്കെ ഒന്ന് അനുഭവിച്ച് നോക്കി. 18% ലാഭം ഉണ്ടെന്ന് പറഞ്ഞാൽ സ്കീമിൽ കൂടുന്നവർക്ക്. നമ്മളൊരു ബാങ്കിലിട്ടാൽ 7% കിട്ടും. ഇതിന് ഫീഡിങ് കുർത്തകളാട്ടോ. രണ്ട് സൈഡിലും എവിടെ സിബ് ഇവിടെ. ആ ഇവിടെ രണ്ട് വശത്തും സിബുണ്ട്. മീഡിയാണ്. 660. ശരിക്കും കുർത്ത പോലെ നമുക്കിട്ടാലും നൈറ്റി ആയിട്ടൊന്നും തോന്നൂലേ. പേര് ഫ്രോക്ക് പോലെ തന്നെ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ കുർത്താക്കടയിലെ കുർത്ത വയ്ക്കുന്നത് ഇങ്ങനെ തന്നെയല്ലേ. അതിൻ്റെ കളർ ചേഞ്ച്. ചതുര കഴുത്തു കിട്ടോ. നല്ല രസമില്ല. നല്ല പാറ്റേണുകൾ. മീഡിയ ആട്ടോ ഇതൊക്കെ. ഇത് മീഡിയാണ്. ഇതൊക്കെ മീഡിയത്തിൻ്റെ ഉള്ളോ. ഇത് മീഡിയത്തിൻ്റെ കിട്ടിയുള്ളൂ. കിട്ടി. ഇത് ഫീഡിങ് കുർത്ത തന്നെ. ലാർജാണോ? ലാർജ്. മീഡിയം തന്നെയാട്ടോ. 645. കട ഇങ്ങനെ വരുവേ. 645. ബാക്കിങ്. നല്ല മെറ്റീരിയൽ, നല്ല ഇത് കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ച്.
ഫീഡിങ് കുർത്ത അവരുടെ നല്ല പാറ്റേണുകളുമാണ്, നല്ല ഇതുവാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് അപ്പടിയും തീർന്നു. ഇപ്പം എപ്പോഴും എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പുതിയത് ഇനി നോക്കിയെടുക്കാൻ പറ്റും. വല്ലപ്പോഴും എടുക്കുമ്പോൾ എനിക്ക് ഇത്രയും സെലക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും വീഡിയോ പിടിക്കണം. കാരണം ഇപ്പം ചുരിദാർ ഏതാ പുതിയത് അപ്ഡേഷൻ പറ്റും, സാരി ഇത് ഒക്കെ എന്നും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എന്നും വീഡിയോ ഇടുന്ന എപ്പോഴും പുതിയത്. അതൊരു വലിയ ഇതാണ്. ഇത് ഫീഡിങ് കുർത്ത ലാർജാട്ടോ, കോട്ടൺ 690. പാറ്റേണൊക്കെ എന്ത് വെറൈറ്റി അല്ലേ. ഇവിടെ രണ്ടിടത്ത് സിബുണ്ട്, ബാക്ക് ഇങ്ങനെ. ശരിക്കും നമ്മളെ ഇത് നൈറ്റി എന്നുള്ള രീതിയിൽ എടുക്കണ്ട കേട്ടോ, കുർത്ത എന്നുള്ള സ്റ്റൈലിലോ എടുത്താൽ മതി. ഈ സെയിം ആണ് നമ്മൾ കുർത്തയായിട്ടും അല്ലേ. അവിടെ ഇപ്പം കുർത്തകളൊക്കെ ഉണ്ട്, ഇങ്ങനെ കുർത്ത കാണിക്കണ്ട. പക്ഷെ കുർത്ത ഞങ്ങളെടുത്ത് അല്ല നല്ല നല്ല പാറ്റേൺ, അടിപൊളി അടിപൊളി. പെട്ടെന്ന് എടുത്തോ, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. എല്ലാ ആഴ്ചയിലും ഇപ്പോൾ കാണിക്കുമ്പോൾ കുറേ എപ്പോഴും തരുമല്ലോ, പുതിയത് കാണിക്കാൻ പറ്റും. നിങ്ങൾ പെട്ടെന്ന് എടുത്താലോട്ടെ ഞാൻ പുതിയത് കാണിക്കുള്ളൂ. ഇതേ കണ്ടോ ഇവിടെ ലേസ് കനികേനെ കാണാൻ 710 ലാർജ് ഫീഡിങ് കുർത്ത തന്നെയാട്ടോ അല്ലേ. ഓ ഇഷ്ടത്തിന് ഫീഡിങ് കുർത്ത ഉണ്ടല്ലോ. ഈ ഫീഡിങ് കുർത്ത ഇല്ലെന്നുള്ള പരാതി വേണ്ട. ഈ ഷോർട്ടെല്ലാം ഫീഡിങ് കുർത്താന്ന് ഓർത്തച്ചാൽ മതി, അല്ലാണ്ട് നൈറ്റി അല്ല കേട്ടോ. ഇതെല്ലാം ഫീഡിങ് കുർത്തകളാണ്. കളർ ചേഞ്ച് 710 ലാർജ്. അപ്പം ഞാനേ എൻ്റെ പണ്ടപ്പള്ളിയുടെ കഥ പറയാൻ തോന്നില്ലേ. ഞാൻ തിരുവനന്തപുരത്ത് വൈഡബ്ല്യൂസി ചെന്നപ്പോൾ എവിടുന്നാ വന്നെ വീട്? പണ്ടപ്പള്ളിയോ? ആൾക്കാർക്കും പണ്ടപ്പള്ളി എന്ന് പറയാൻ പോലും പറ്റില്ല. പണ്ടപ്പള്ളി എവിടെയാ? മൂവാറ്റുപുഴ പോലും കേൾക്കാത്ത മനുഷ്യർ തിരുവനന്തപുരത്തെ ഹോസ്റ്റലല്ലേ. മൂവാറ്റുപുഴ എവിടെയാ? അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വലിയ ഗ്ലാമറിൽ പറഞ്ഞു, തിരുവനന്തപുരം എന്ന സ്റ്റേറ്റിൽ, എറണാകുളം എന്ന ജില്ലയിൽ, മറ്റു താലൂക്കിൽ, പാലക്കുഴ പഞ്ചായത്തിൽ, പണ്ടപ്പള്ളിയിൽ, ഇല്ലുക്കുന്ന് എന്ന കൊച്ചു ഗ്രാമത്തിൽ, മംഗലത്ത് പുത്തമ്പരയിൽ MU പൗലോസിൻ്റെ സീമന്തപുത്രി സുനി എം ബി എന്നാട്ടോ എൻ്റെ ഇനിഷ്യൽ. സുനി MB എന്ന് പറഞ്ഞു YWCA വലിയ ഗ്ലാമറിലായിരുന്നു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് ഞാൻ വലിയ ഷൈനിങ്ങിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഫസ്റ്റ് ഇയർ ആട്ടോ, ഇന്ന് പ്രീ ഡിഗ്രിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ YWCA സീനിയേഴ്സ് എല്ലാം വരും കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് എവിടെയാണ് വീടെന്ന് ചോദിക്കും കേട്ടോ. അപ്പം ഞാൻ പിന്നെ വലിയ സന്തോഷത്തിൽ 1-2 പേരോട് പണ്ടപ്പള്ളി അങ്ങനെയല്ല അവരോട് പറഞ്ഞ പോലെ പറയാൻ പറഞ്ഞു. പിന്നെ എനിക്ക് കരച്ചിൽ വന്നുകൊള്ളേ, എന്നെ റാഗി ചെയ്യണതായിരുന്നു. കംപ്ലീറ്റ് 100-100 ഏതാണ്ട് മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ എല്ലാം മുമ്പിൽ ഇതുപോലെ എന്നെ കൊണ്ട് പാടിപ്പിച്ചു, ഷൈൻ ചെയ്തതിന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണവർ പണ്ടപ്പള്ളി എവിടെയാണെന്ന് പിടി കിട്ടിയില്ലേ? മൂവാറ്റുപുഴ താലൂക്കിൽ, പാലക്കുഴ പഞ്ചായത്തിൽ, പണ്ടപ്പള്ളി എന്ന ഗ്രാമത്തിൽ, ഇല്ലുക്കുന്ന് എന്ന കൊച്ച് സിറ്റി എന്ന് പറയാനല്ല, ഒരു പുരോഗതി എന്ന് പറയാൻ. ഇപ്പം എല്ലാവരും പുറത്തു പോയി. ഞങ്ങളുടെ നാട്ടിലെ എല്ലാ വീടുകളിൽ നിന്നും വിദേശത്താണ്. അവിടെയാണ് എൻ്റെ വീട്. 2 ആങ്ങളമാരാണ് എനിക്ക്. എൻ്റെ ചാച്ചൻ പണ്ട് മിലിറ്ററി ഓഫീസറായിരുന്നു. പിന്നെ ചാച്ചൻ ഇങ്ങനെ ഈ പണ്ട് യുദ്ധമൊക്കെ വരുമ്പോൾ പേരൻസിന് പേടിയല്ലേ, പെട്ടെന്ന് തിരിച്ചു അമ്മയ്ക്ക് അസുഖമെന്നൊക്കെ പറഞ്ഞാൽ ജോലി റിസൈൻ ചെയ്യിച്ച് പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. അതിൻ്റെ മകളാണ്. ചുമ്മാ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞ കേട്ടോ, കഥ പറഞ്ഞപ്പോൾ. അപ്പോൾ ഓണം സെലിബ്രേഷൻ എവിടം വരെ എത്തി? ഓണത്തിന് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കയറാൻ മറക്കരുത്. വെഡ്ഡിങ് കളക്ഷൻ, ബ്യൂട്ടി പാർലർ, ഫേഷ്യൽ. നമ്മൾ ഇങ്ങനെ ഇപ്പോൾ മുടി എൻ്റെ ചെയ്യാനിട്ട് ദൈവം എൻ്റെ മുടി ഇനി പോയി അയൺ ചെയ്യണം. ഈ സമയമില്ല ഈ തിരക്കിനിടയ്ക്ക്. ഇനി ഓണം കഴിഞ്ഞാൽ എനിക്ക് 2 കട എല്ലാ വീഡിയോ ഇവിടുത്തെ അയൺ ചെയ്യാണ്ട് തല നനച്ചിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നതാട്ടെ. ഇപ്പോൾ 10 പ്രാവശ്യം ചെയ്യിച്ചു അവരെന്നെ കൊണ്ട്. അപ്പോൾ ആ തലവേദനകൾ ഇപ്പോൾ മുടി ചെയ്തിട്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്ന് കാണിച്ച് എൻ്റെ മുടി ഓക്കെ ആകും. അപ്പോൾ നമുക്ക് ആ കംഫോർട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് തിരുമാൻ പോകണമെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കണം ഓണം കഴിയുമ്പോൾ. അപ്പോൾ അവർ വല്ല എണ്ണ തേച്ചാൽ എന്ന് ഓർത്തോണ്ട് എനിക്ക് എണ്ണ തേക്കാൻ പാടില്ല, എന്താണെന്നറിയാൻ പാടില്ലോ. അപ്പോൾ അടുത്ത മാസം ആദ്യം ചെയ്യാമെന്ന് ഓർത്തോണ്ടാണ് ഞാൻ നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് എനിക്ക് അസ്വസ്ഥയാണ് അപ്പോൾ മുടി ചെയ്യാണ്ടിരുന്നിട്ട്. അപ്പോൾ മുടി ചെയ്താൽ നമുക്കവിടെ മേക്ക് ഓവർ ഫുള്ളായി. പിന്നെ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഫേഷ്യലുകൾ ചെയ്യണം. ഇപ്പോൾ ഫേഷ്യൽ കുറച്ച് ദിവസം ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം എവിടെയൊക്കെ വരയൊക്കെ വന്നോ, മുഖം ലാഫിങ് ലൈൻ വന്നോ, ഗ്ലാമർ പോവും. നമ്മൾ സുന്ദരിയായിട്ടിരുന്നില്ലേ, നമ്മൾ എന്തുണ്ടാക്കിയിട്ട് എന്നാ കാര്യം?
നമ്മൾ പിശിക്കേണ്ട കാര്യമില്ല. ഞാൻ ഭയങ്കര പിശിക്കുകയായത് കാരണം ഞാൻ പറയണേ കേട്ടോ, ആവശ്യത്തിന് നമ്മൾ ഷൈൻ ചെയ്യണം. അപ്പോൾ നമുക്കുടെ സ്കിന്നും ഹെയറും ഫുഡ്, ഏത്തപ്പഴം, മുട്ട, നമുക്കുടെ നല്ല ഹെൽത്ത്. നമ്മളെപ്പോഴും മക്കളെ തീറ്റീരാ, എനിക്കതാട്ടോ തൊഴിൽ. നമ്മൾ തിന്ന് നമ്മൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ അസറ്റ് നമ്മുടെ ആരോഗ്യം. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അസറ്റ് നമ്മുടെ ഹെൽത്താണ്, നമ്മുടെ സൗന്ദര്യം. നമ്മൾ നല്ല റോൾ മോഡലായിട്ടിരിക്കുക. അപ്പം എല്ലാവരെയും ശമ്പരാൻ അനുഗ്രഹിക്കട്ടെ. ഈ തവണത്തെ ഓണം രേവതിയോടൊപ്പം ഹാപ്പി ഓണം.